ഒരുപാട് പേരുടെ ആഗ്രഹമാണ് MBBS എന്നുള്ളത്. അതിൽ തന്നെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് 700+ എന്ന സ്കോർ. അതിൽ 701 സ്കോർ നേടി ഗോൾഡൻ നമ്പർ അച്ചീവ് ചെയ്ത ഒരാളാണ് അഫ്ല. ഈ ഒരു സ്കോറിലെത്താൻ ഒരുപാട് കാലത്തെ സാക്രിഫൈസും സ്ട്രഗിൾസും എല്ലാം അനുഭവിച്ച ഒരാളാണ് അഫ്ല. അപ്പം ഈ ഒരു സ്കോറിലെത്തിയത് എങ്ങനെയെന്ന് അഫ്ലക്ക് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഹായ്, ഞാൻ അഫ്ല. ഞാൻ കോഴിക്കോട് ഫറൂഖ് എന്ന് വരുന്നു. ഡോക്ടർ JP സ്വാസിലെ 2024 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് കഴിഞ്ഞ നേറ്റ് 701 മാർക്സ് ഉണ്ട്. ചെറുപ്പം മുതലേ പലർക്കും പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ചിലർക്ക് ഡോക്ടറാവണം, ചിലർക്ക് എഞ്ചിനീയർ ആവണം, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഞാൻ ഈ ഒരു മാർക്കിൽ ഇവിടെ ഇരിക്കുമ്പം പലരും വിചാരിക്കുന്നത് ഞാൻ MBBS എന്നൊരു ആഗ്രഹം മനസ്സ് വെച്ച് തുടങ്ങിയതായിരിക്കുന്നതാണ്. പക്ഷേ +2 കഴിയുന്നത് വരെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം MBBSനോടില്ലായിരുന്നു. എനിക്കൊരു CA ആവണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം ആ ഒരു ആഗ്രഹത്തിലേക്ക് മാത്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു. അതിന് എത്തിപ്പിടിക്കണം ഒരാഗ്രഹം വെച്ചാണ് ഞാൻ +2 കംപ്ലീറ്റ് ആക്കുന്നത്. +2 കഴിഞ്ഞ് ഇരിക്കുകയാണ് എൻ്റെ വാപ്പ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, മോളെ നമുക്ക് MBBSൽ പോവല്ലേ. അപ്പം എൻ്റെ ആ ഒറ്റ ചോദ്യത്തിൽ, കാരണം എനിക്ക് CAനോടുള്ള ഇഷ്ടത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും MBBS എന്നൊരു കോഴ്സ് നല്ലൊരു കോഴ്സാണ്. കാരണം ഹ്യൂമൻ ഫിസിയോളജി എന്നൊരു സബ്ജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം MBBS എന്ന കോഴ്സ് പോകുമ്പോൾ എനിക്ക് ഇഷ്ടക്കേടുള്ളൊന്നുള്ള കോഴ്സല്ല. അപ്പം ഉപ്പാക്കും ഇഷ്ടമാണ്, കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റും എന്നൊരു തോട്ട് വെച്ചിട്ടാണ് ഞാൻ എൻട്രൻസ് കോച്ചിങ് എന്ന ഫീൽഡിലേക്ക് വരുന്നത്. അപ്പം എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ 2020 എൻ്റെ +2 കഴിഞ്ഞതാണ്. അപ്പം ആ ഇയർ എക്സാം നടത്തുന്നത് September 13 അപ്പം അന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം, കാരണം എല്ലാവരും +2 കഴിഞ്ഞ് എഴുതുമല്ലോ. അങ്ങനെ എഴുതി നോക്കാമെന്ന് വെച്ചാൽ എഴുതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. അപ്പോൾ പറഞ്ഞു എന്നാൽ റിപ്പീറ്റ് പോവാം. അങ്ങനെ റിപ്പീറ്റ് പോയി ചേർന്നപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ കൊറോണ ആണല്ലോ. അപ്പം പലപ്പോഴും വേവ്സ് വരുമ്പം ചിലപ്പോൾ ഓൺലൈനായിരിക്കും ക്ലാസ്, ഓഫ്ലൈനായിരിക്കും, ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ പോയി. അതും എനിക്ക് +1 +2 ട്യൂഷൻ ക്ലാസ്സിൽ എല്ലാ ബേസും കിട്ടിയിട്ടുണ്ട്. അത്രയും ബേസ് ഉണ്ടായിട്ടും എനിക്കതിന് ആ ഒരു ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ലെവലിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ക്ലാസ് ഒരുപാട് കേട്ടിട്ടും എങ്ങനെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ക്ലാസ്സിൽ പോയിരിക്കും, പലരും പല ഉത്തരങ്ങളൊക്കെ വിളിച്ചറിയും, അങ്ങനെയൊക്കെ ഒരുപാട് തളർന്നിട്ടുണ്ട്. പക്ഷേ പറ്റും, കാരണം എനിക്കിഷ്ടമുള്ളൊരു കോഴ്സാണല്ലോ, കുഴപ്പമില്ല എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ക്ലാസ്സസ് ഇങ്ങനെ ഓൺലൈൻ ഓഫ്ലൈനായി തീരെ പോകാൻ പറ്റാതെ ഇപ്പോൾ കയ്യിലൊന്നും ഇല്ലാതെ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ എക്സാം കഴിഞ്ഞു. +2 കഴിഞ്ഞ് ഫ്രഷായി എഴുതി അത്ര മാർക്ക് പോലും എനിക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ കിട്ടിയില്ല. സങ്കടമായിരുന്നു. പിന്നെ ഉമ്മ എപ്പോഴും പറഞ്ഞു, എന്തായാലും 1 വർഷം നോക്കിയല്ലേ, 1 വർഷം കൂടെ നോക്കാം, എവിടെ പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയും പോകണ്ടമ്മ. കാരണം എനിക്കറിയാം എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ ഫിനാൻഷ്യലി നല്ലൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ഞങ്ങൾ 4 മക്കളുണ്ട്, എല്ലാവരെയും പഠിച്ച് വലുതാക്കണം. അതുകൊണ്ട് തന്നെ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി. പക്ഷേ എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് മെറ്റീരിയൽസും അവിടുത്തെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് തന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അത് ചെയ്യുമ്പം പിന്നെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കാണുമ്പം ഉത്തരം എനിക്കറിയാം, അത് വന്ന വഴി എനിക്കറിയില്ല. ആ ഒരു ഇതിലേക്ക് എത്തി. പിന്നെ ബയോളജി അറിയാം എന്ന കോൺഫിഡൻസ് വെച്ചിട്ട് വീട്ടിലിരുന്ന വർഷം ഞാൻ എക്സാം എഴുതി 250 മാർക്സിൽ അത് അവസാനിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പം ഉമ്മ ആലോചിച്ചു. ഉമ്മ പറഞ്ഞു, മോളെ നിനക്ക് CA ആവണം എന്നൊരാഗ്രഹം ഇല്ലായിരുന്നോ, അത് നോക്കിയാലോ. അപ്പം ഞാൻ ഈ റിപ്പീറ്റിംഗ് വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ CA കോഴ്സിന് ജോയിൻ ചെയ്തു. ആ ഫൗണ്ടേഷൻ കഴിഞ്ഞ് 6 മന്ത് ഫൗണ്ടേഷൻ കോഴ്സ് കഴിഞ്ഞ് എക്സാം പാസ്സായിരിക്കുകയാണ്. അപ്പോഴാണ് നീറ്റ് കഴിയുന്നത്. അപ്പം ഉമ്മ ചോദിച്ചു, CAക്ക് പോകല്ലേ, എന്തായാലും നിൻ്റെ ആഗ്രഹം അല്ലായിരുന്നോ, പോവാം തീരുമാനിച്ചു. അപ്പോൾ പോവുകയാണെങ്കിൽ എന്തായാലും അവൻ പഠിക്കുന്നിടത്തേ പോവുള്ളൂ. അപ്പം അവൻ്റെ ജൂനിയറായി, എൻ്റെ ബ്രദറാണല്ലോ, എൻ്റെ അനിയനാണല്ലോ, അപ്പോൾ അവൻ്റെ ജൂനിയറായി കയറാനുള്ള എനിക്കൊരു മടി. ആ ഒരു മടി കാരണം ഞാൻ പറഞ്ഞു, ഇല്ലമ്മ CA ഒഴിവാക്കി, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. ഡിഗ്രിക്ക് ഫസ്റ്റ് BSc സുവോളജിക്ക് തന്നെ കൊടുത്തു. ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ നല്ലൊരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, ഈ കോഴ്സിന് പോകണ്ട, സുവോളജി ഡിഗ്രിക്ക് പോകണ്ട, വേറെ ഏത് ഡിഗ്രി വേണമെങ്കിലും ചൂസ് ചെയ്തോ. അപ്പം അലോട്ട്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്തായാലും വേറൊരു ഡിഗ്രിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നറിയുന്നു. കാരണം ഇനിയൊരു ഡിഗ്രിക്ക് കൊടുക്കണമെങ്കിൽ അടുത്ത ഇയർ വരണം. ഈ ഓരോ ഇയർ കഴിയുമ്പോൾ +2ൻ്റെ മാർക്സ് പെർസെൻറ്റേജ് വെച്ച് കുറയുന്നുണ്ട്.
ആ പേടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാം. ഉമ്മ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ എന്നെക്കൊണ്ട് നടക്കൂല, എത്ര എത്ര വെച്ചിട്ട് അങ്ങനെ ഇരിക്കുക. കാരണം പ്ലസ് ടു കഴിഞ്ഞിട്ട് പലരും പല രീതിയിലേക്ക് എത്തി. ഞാനിപ്പോഴും ഫ്രണ്ട്സിന് പോലും കോണ്ടാക്ട്സ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുക. കാരണം പലരെ കുറിച്ചും അറിയും നോക്കുമ്പോഴും പലരും പല കോഴ്സ് എടുത്തോ അവർ സെക്കൻഡ് ഇയറോ ഒക്കെ ആയിരിക്കുക. അപ്പം ഇനി ഞാൻ അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പം ഞാനൊന്നും അല്ലാത്ത പോലെ തോന്നി. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനിപ്പോഴും പ്ലസ് ടുക്കാരായിട്ടിരിക്കുക. പലരും ഡിഗ്രി എടുത്തോ വേറെ പല കോഴ്സിലും പോയി. അപ്പം ഫ്രണ്ട്സായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആരുമില്ല. ഫാമിലിയിൽ സംസാരിക്കാൻ പറ്റാൻ എനിക്ക് ഏറ്റവും ക്ലോസ് എൻ്റെ ഉമ്മയും ഇപ്പം അല്ലാതെ വേറെ ആരും ക്ലോസ് ആയിട്ടില്ലായിരുന്നു. അപ്പം ഉമ്മനായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. ഉമ്മ പറഞ്ഞ് റിപ്പീറ്റിന് പോവുക, ഇല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടും. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിളായിരിക്കണം. കാരണം പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡ്സിന് മുന്നിൽ എന്തൊരാവശ്യത്തിന് ചെറിയൊരാവശ്യത്തിന് പോലും പൈസ കൈയിടുന്ന അവസ്ഥ. എനിക്ക് ആലോചിക്കാൻ വയ്യ. കാരണം എൻ്റേതായുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ ചെയ്യണം എന്നല്ല ആഗ്രഹം. അപ്പം കല്യാണം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് അത് പറ്റുമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് എന്തായാലും അത് പറ്റില്ല. അപ്പം പിന്നെ ഉമ്മൻ്റെ വാശിക്ക് ഉമ്മ യൂട്യൂബിൽ ആണ് ഡോക്ടർ ജെബിസ് ഫാസിനെ കുറിച്ച് അറിയുന്നത്. ഇവിടുത്തെ അദീനയുടെ വീഡിയോയിലൂടെയാണ് ഉമ്മ ഡോക്ടർ ജെബിസ് ഫാസിനെ കുറിച്ച് അറിയുന്നത്. ഉമ്മ പറഞ്ഞു ഒന്ന് പോയി നോക്കാമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഇനി അപ്പുറത്ത് എനിക്കൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഡിഗ്രി എടുത്ത് പോവുകയാണെങ്കിൽ എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കേണ്ടി വരും. അതിന് സാധിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം ഞാനിവിടെ വന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പക്ഷേ ഒരു വർഷം വെറുതെ വീട്ടിലിരുന്നതിൻ്റെ ഒരു ലാഗ് എനിക്ക് വന്നിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ പറ്റുന്ന അത്രയും പഠിച്ചെടുത്തു. ആ വർഷം എനിക്ക് 594 മാർക്സ് വന്നു. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും വാശിയായി. കാരണം ഇത്രയും വന്നല്ലോ ഇവിടേക്ക്. അപ്പോൾ പിന്നെ ഒന്നുകൂടെ JPS തന്നെ നോക്കി അങ്ങനെയാണ് 701 മാർക്കിലേക്ക് എത്തിയത്. ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പലരെയും ആലോചിക്കാനുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്തവരൊക്കെ എൻ്റെ പാരൻസ് ആയാലും ഇപ്പോൾ ഇവിടെ തന്നെ JP ആണെങ്കിലും പാരൻസ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും മാർക്ക് പറയുമ്പോഴൊക്കെ വിളിച്ച് പറയും മാർക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഉമ്മ ഇപ്പം പറയും നിന്നെക്കൂടെ പറ്റും, ലാസ്റ്റിലേക്ക് നോക്ക്, ഇനിയില്ല സമയം പഠിക്കാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയത് എന്താ വെച്ചാൽ ചിലപ്പം മാർക്ക് പറഞ്ഞാൽ ഉമ്മ വേറെ കുഴപ്പമില്ല, അവർ ചീത്ത പറയാത്തതിലായിരുന്നു എനിക്ക് സങ്കടം. ചീത്ത പറഞ്ഞതിൽ കുഴപ്പമില്ല, ആ ഒരു സ്റ്റേറ്റ് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. പിന്നെ JP ആണെങ്കിൽ പല ക്യാരക്ടേഴ്സായിട്ടാണ് JPനെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം എനിക്കൊരു ഫ്രണ്ടിന് ആവശ്യമുള്ളപ്പം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് മൂപ്പരായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നു. ഒരു ടീച്ചർ എന്ന രീതിക്ക് മൂപ്പർ എത്രയോ ബെസ്റ്റാണ്. ഇപ്പം സുവോളജി എടുക്കുമ്പോൾ അത്രയും പക്കായിട്ടാണ് ക്ലാസ്സൊക്കെ തരുന്നത്. ഇനിയല്ല, എനിക്കൊരു ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സ്ഥാനത്ത് എന്ത് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളായിട്ടും JP എനിക്ക് കിട്ടുന്നുണ്ട്. JPൻ്റെ പല രൂപത്തിലും പല ഭാഗത്തിലും എനിക്ക് പല സന്ദർഭങ്ങളും എനിക്ക് JPയെ അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് സങ്കടം ഉണ്ടെങ്കിലും തുറന്ന് കരയാനും സന്തോഷം ഉണ്ടെങ്കിൽ ചിരിക്കാനും എല്ലാത്തിനും JP എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലാസ്സസൊക്കെ പറയുമ്പോൾ അത്രയും നല്ല ക്ലാസ്സസ് ആയിരുന്നു. കൺസെപ്റ്റ് ബേസിൽ എനിക്ക് പഠിക്കാൻ പറ്റി. കാരണം ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കൂട്ടത്തിലല്ല ഞാൻ, ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വളരെ കുറവാണ്. അങ്ങനെ കുറഞ്ഞിരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും, എല്ലാവരും പറയും ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാതെ എങ്ങനെ ഇതിലേക്ക് എത്തി ഇത് പലർക്കും തോന്നും. ഞാൻ പറയും കൺസെപ്റ്റ് ബേസ്ഡാണ് എൻ്റെ സ്റ്റഡീസൊക്കെ. കൺസെപ്റ്റ് പക്ക ക്ലിയറാണ്, എനിക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. പിന്നെ ഇത്രയും നല്ലൊരു മാർക്ക് എത്തിയിട്ട് എനിക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഫാമിലീസ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരുടെ കണ്ണിൽ ഞാൻ 4th ഇയർ റിപ്പീറ്റ് ചെയ്തിട്ട് എത്തിയതാണ് ഈ ഒരു മാർക്ക്, അല്ലെങ്കിൽ ഈ വർഷം എക്സാം ഈസി ആയതുകൊണ്ട് എത്തിയതാണ് ഈ മാർക്ക് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് 4th ഇയർ ഞാൻ 4 വർഷം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെന്ന് ഞാൻ പറയില്ല. ഇവിടെ പഠിച്ച 2 വർഷം ഞാൻ എൻ്റെ മാക്സിമം എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് റിസൾട്ട് ഇപ്പോൾ കിട്ടി. എക്സാം ഈസി ആയതുകൊണ്ട് കിട്ടിയാന്ന് പറയുമ്പം 25 ലക്ഷം പേര് എഴുതിയിട്ട് അതിൽ 1460 എന്ന റാങ്കിൽ എത്താന്ന് പറയുന്നത് എക്സാം ഈസി ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഫിസിക്സ് അത്യാവശ്യം കുഴപ്പമില്ലെങ്കിലും ഞാൻ കോൺഫിഡൻറ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു ഫിസിക്സ്. കെമിസ്ട്രി ആണെങ്കിലും വലിയ കുഴപ്പമില്ല. ബയോളജി എനിക്ക് അത്രയും കുഴപ്പമില്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഫിസിക്സിനെ ഞാൻ എങ്ങനെ ടാക്കിൾ ചെയ്തെന്ന് ചോദിച്ചാൽ ഫിസിക്സ് ടെക്സ്റ്റ് ഒരുപാട് വട്ടം വായിച്ചിട്ടുണ്ട്. പലരും ബയോളജി ഒരുപാട് വട്ടം വായിക്കണം, പക്ഷേ ഫിസിക്സ് എൻസിയർ ടെക്സ്റ്റ് തന്നെ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്. അതൊന്ന് ഓരോ തവണ വായിക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ അതിനെ ആഴ്ന്നിറന്ന് എന്തൊക്കെ അതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ എനിക്ക് NCERT ഫിസിക്സ് ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ടെക്സ്റ്റ് സീരീസ് ഞങ്ങൾക്ക് നവംബറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
RDX സീരീസ് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ ആകുമ്പോഴത്തേനും അത് തീർന്ന് പിന്നെ നെക്സ്റ്റ് സീരീസ് ജനുവരി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 1.5 മാസത്തോളം ഞങ്ങൾക്ക് നീറ്റ് മോഡൽസ് മാത്രമുണ്ട്. ഇത്രയും എക്സാം ചെയ്ത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്ന് പറയുന്നത് വെറുതെ ആയിപ്പോകും. കാരണം അതിൽ ഓരോ എക്സാമിലും 200 ക്വസ്റ്റ്യൻ വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടുത്തെ എക്സാംസിലൂടെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് അങ്ങനെ കൺസെപ്റ്റ് ബേസ്ഡ് മൊത്തം ഉണ്ടാക്കി. ബയോളജി അധികം വായിച്ച് ചിലപ്പം വായിക്കുമ്പോഴൊക്കെ ഉറക്കം വരും. ആ സമയത്ത് ജസ്റ്റ് ബയോളജി മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് പറയാൻ പറ്റുക. ഞാൻ ബയോളജി ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ കെമിസ്ട്രി അധികം NCERT റീഡിങ്, അതായത് ഓർഗാനിക്കിന് മാത്രം ഒരു ബുക്ക് വെച്ച് എല്ലാ ഓർഗാനിക് ചാപ്റ്റേഴ്സിൻ്റെ മെയിൻ ഇക്വേഷൻസും മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. പിന്നെ ഇനോർഗാനിക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കും. ഫിസിക്കൽ കെമിസ്ട്രി ഞാൻ ഫിസിക്സ് എങ്ങനെയാണോ പഠിച്ചത് അങ്ങനെ തന്നെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ എക്സാം എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് ഫിസിക്സാണ് എഴുതുക. ഞാൻ കോൺഫിഡൻ്റ് അല്ലാത്തൊരു സബ്ജക്റ്റിൽ തുടങ്ങിയാലേ എനിക്ക് സമാധാനത്തോടെ ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും പറയും ബയോളജി ഫസ്റ്റ് തുടങ്ങണം, ബയോളജി ഫസ്റ്റ് തീർന്നാൽ പിന്നെ ഫിസിക്സ് സമാധാനത്തിൽ ചെയ്യാമല്ലോ. പക്ഷേ ഫിസിക്സ് ഞാൻ കോൺഫിഡൻ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. പലരും കോൺഫിഡൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും, കാരണം അത് തീർന്നാൽ പിന്നെ കോൺഫിഡൻ്റ് അല്ലാത്തത് ലാസ്റ്റ് ചെയ്യാമല്ലോ. പക്ഷേ ഞാൻ ഈ കോൺഫിഡൻ്റ് ആയിട്ടുള്ളതിൽ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ കോൺഫിഡൻ്റ് അല്ലാത്ത ഫിസിക്സിനെ കുറിച്ച് ഞാനങ്ങനെ വേവലാത്തിപ്പെടും. എന്ത് ചെയ്യും ഫിസിക്സ് കഴിച്ച് കോൺഫിഡൻ്റ് എല്ലാ സബ്ജക്റ്റ് ഞാൻ തെറ്റിക്കും. അതുകൊണ്ട് തന്നെ കോൺഫിഡൻ്റ് അല്ലാത്ത ഫിസിക്സ് എന്നാണ് ഞാൻ എപ്പോഴും എക്സാം സ്റ്റാർട്ട് ചെയ്യൽ. അത് ചെയ്യാൻ ചിലപ്പം 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ 45 ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് വരലുണ്ട്. പക്ഷെ എന്നാലും ഫിസിക്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം, കാരണം കോൺഫിഡൻ്റ് അല്ലാത്തവിടെ കഴിഞ്ഞല്ലോ, പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടോ, പിന്നെ മൈൻഡ് ഫ്രീ ആയിട്ട് ബാക്കിയൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പം ഇനി 2025 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ എനിക്ക് എന്താ പറയാൻ വെച്ചാൽ ആരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ തളരരുത്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിനെ നേടിയെത്താൻ എത്രത്തോളം പരിശ്രമിക്കാൻ പറ്റുമോ അത്രയും പരിശ്രമിക്കാം. പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു മെത്തേഡ് കണ്ടെത്തുക. പലരും ഇപ്പം മെൻറ്റേഴ്സ് ആണെങ്കിൽ പലർക്കും പലതും പറയാനുണ്ടായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റേതായ ഒരു രീതിയുണ്ട് എങ്ങനെ ഈ സ്കോറിലേക്ക് എത്തിയത്. ഇനിയിപ്പം വേറൊരാളാണെങ്കിൽ അവർക്ക് അവരുടേതായ രീതികളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ രീതി എന്താണ്, നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തുക. ആ ഒരു വഴിയിലൂടെ വിജയത്തിലേക്ക് എത്താം.